മുംബൈയിൽ റിസോർട്ട് നാടകങ്ങൾക്ക് താൽക്കാലിക ഇടവേള. കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിവസേന കോർപ്പറേറ്റർമാർ 4 ദിവസത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ വാസം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോയി. മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെയെ ഫോണിൽ വിളിച്ചെന്ന അഭ്യൂഹവും മുംബൈയിൽ പ്രചരിക്കുന്നു. 89 സീറ്റ് നേടിയ ബി.ജെ.പിക്ക് 29 പേരുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെങ്കിലേ നിലവിലെ സാഹചര്യത്തിൽ മുംബൈ കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കാനാവൂ. 114 എന്നതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ. ബി.ജെ.പിയും ഷിൻഡെയും ചേർന്നാൽ 118 ആകും. വോട്ടെണ്ണൽ കഴിഞ്ഞതിന് പിന്നാലെയാണ് തന്റെ കോർപ്പറേറ്റർമാരെ ഏക്നാഥ് ഷിൻഡെ ബാന്ദ്രയിലെ താജ് ലാൻഡ്സ് ആൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയത്. 2 ലക്ഷ്യങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 1. മേയർ സ്ഥാനം പങ്കിടണമെന്ന ആവശ്യം ശക്തമാക്കണം. ആദ്യ 2.5 വർഷം തന്നെ കിട്ടണം. ഇക്കാര്യത്തിൽ ബി.ജെ.പിക്ക് മേൽ സമ്മർദ്ദമേറ്റണം. 2. ബി.ജെ.പിയിലേക്കോ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലേക്കോ കോർപ്പറേറ്റർമാർ കൂറുമാറാതെ നോക്കണം. അംബർനാഥിൽ ശിവസേനയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാരെ ബി.ജെ.പി കൂറുമാറ്റിയതടക്കം അനുഭവങ്ങൾ മുന്നിലുണ്ട്. കോർപ്പറേറ്റർമാരെ ഹോട്ടലിലേക്ക് മാറ്റിയതിനെ ശിവസേന ഉദ്ധവ് വിഭാഗം പരിഹസിച്ചിരുന്നു. സാഹചര്യത്തിൽ പ്രത്യേക മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും 10 മണിയോടെ ഹോട്ടലിൽ നിന്ന് മടങ്ങാൻ ഷിൻഡെ കോർപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വിദേശത്തുള്ള ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും കൂടുതൽ ചർച്ചകൾ. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.